നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ യൂട്യൂബിൽ വരുന്ന പുതിയ മാറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. യൂട്യൂബിന്റെ പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. യൂട്യൂബിന്റെ പോളിസീസിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ അപ്ഡേറ്റുകൾ യൂട്യൂബിലേക്ക് വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ വന്നിട്ടുള്ള 2-3 അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നല്ല 2-3 അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്നും അപ്ഡേറ്റുകളുടെ വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കണ്ടായിരുന്നു. എന്നും അപ്ഡേറ്റുകളുടെ വീഡിയോ മാത്രമല്ല, തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലാത്ത വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്താണ് അപ്ഡേറ്റ് എന്ന് പറയാം. ആദ്യത്തെ അപ്ഡേറ്റ് യൂട്യൂബ് ആപ്പിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് യൂട്യൂബ് ആപ്പിനുള്ളിൽ നമ്മളെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കാണാനായിട്ട് സാധിക്കും. നമ്മുടെ യൂട്യൂബ് ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിരിക്കുന്ന യൂട്യൂബ് ആപ്പിലാണ് ഈ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് യൂട്യൂബ് ഓണറിന് മാത്രമേ സബ്സ്ക്രൈബേഴ്സിനെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാത്ത ആളുകൾക്കൊക്കെ സബ്സ്ക്രൈബർ കൗണ്ട് കാണാൻ പറ്റും. പക്ഷെങ്കിൽ ഈ ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. റീസെന്റ് ആയിട്ടുള്ള 4 സബ്സ്ക്രൈബേഴ്സിന്റെ പ്രൊഫൈലിന്റെ ഐക്കൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു സീമോർ ഓപ്ഷൻ വരും. ആ സീമോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സബ്സ്ക്രൈബേഴ്സിന്റെ ലിസ്റ്റും നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പൊ ഇത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് യൂട്യൂബ് ആപ്പിനുള്ളിൽ നിന്ന് തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നേരത്തെ നമ്മൾ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കുന്നത് ഡെസ്ക്ടോപ്പ് വെർഷനിലായിരുന്നു. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. യൂട്യൂബ് ആപ്പിനുള്ളിൽ തന്നെ നമ്മളെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള കാര്യം ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബിൽ നിങ്ങൾ ലൈവ് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ലൈവ് ബ്രേക്ക് അപ്ഡേറ്റ്. അതായത് ലൈവ് സ്ട്രീം ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇനി ബ്രേക്ക് എടുക്കാനായിട്ട് സാധിക്കും. 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ഇത്രയുമാണ് ബ്രേക്ക് ടൈം വരിക. അപ്പോൾ ലോങ് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഈ ബ്രേക്ക് ടൈമിൽ നമുക്ക് നമ്മുടെ ഓൾഡ് വീഡിയോസ്, നമ്മുടെ ഓൾഡ് വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഒക്കെ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഷോർട്ട് വീഡിയോസോ ലോങ് വീഡിയോസോ ഒക്കെ ഈ ബ്രേക്ക് ടൈമിൽ നമുക്ക് കയറ്റി വിടാനും മിഡ് റോൾ ആഡ്സ് അവിടെ പ്ലേസ് ചെയ്യാനും സാധിക്കും. അതിലൂടെ ഏണിങ്സ് നമുക്ക് വർദ്ധിക്കും. അതേപോലെ നമ്മുടെ പഴയ വീഡിയോകളിലേക്ക് കൂടുതൽ വാച്ച് ടൈം കൊണ്ടുവരാൻ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കാണിക്കാനും നമുക്ക് ഈ ഒരു ബ്രേക്ക് എന്ന് പറയുന്ന ഫീച്ചർ ലൈവ് സ്ട്രീമിൽ വരുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഒരുപാട് പേര് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഈ ഒരു അപ്ഡേറ്റ് വളരെ യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ചെറിയൊരു മാറ്റമാണ്, പക്ഷെങ്കിൽ അതും വളരെ യൂസ്ഫുൾ ആണ്. യൂട്യൂബ് അവരുടെ ഒരു അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറാണ്. അതായത് യൂട്യൂബിന്റെ അനലറ്റിക്സിൽ നമ്മളിപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ആപ്പിലൊക്കെ കയറി എന്ന് പറഞ്ഞാലും അനലറ്റിക്സിൽ നമുക്ക് ഓരോ വീഡിയോകളുടെ അനലറ്റിക്സ് എടുത്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ആ മൊത്തം ചാനൽ അനലറ്റിക്സ് ആണോ നോക്കുന്നത്, ആ വീഡിയോയുടെ അനലറ്റിക്സ് ആണോ എന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു ചെറിയ കൺഫ്യൂഷൻ നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പം നമ്മളൊരു വീഡിയോയുടെ അനലറ്റിക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ ആ വീഡിയോ അനലറ്റിക്സിന്റെ ഏറ്റവും മുകളിലായിട്ട് ആ വീഡിയോയുടെ തമ്പനെയിൽ കാണിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് വീഡിയോയുടെ ആ ഒരു വീഡിയോയുടെ അനലറ്റിക്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു ചെറിയ അപ്ഡേറ്റ് ആണെങ്കിലും നമ്മൾ ഇത് യൂസ് ചെയ്ത് വരുമ്പോൾ വളരെ യൂസ്ഫുൾ ആവും. എന്തായാലും ഈ അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ് വീഡിയോകൾക്കും യൂട്യൂബിന്റെ ടിപ്സിനും ട്രിക്സിനും ഒക്കെ ആയിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോയുടെ അടുത്തുനിന്ന് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.